ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലേറ്റായി പോയി, ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. എത്തിക്കഴിഞ്ഞ് ഡ്രസ്സ് പോലും ഊരിയിട്ടില്ല, നേരെ വന്ന് ഇതിൻ്റെ മുന്നിലിരിക്കുക. കാരണം കുറേ പേര് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു ഓൾറെഡി എനിക്ക് ഡ്യൂട്ടി ആയതുകൊണ്ട്, ഈ ആഴ്ച ഡ്യൂട്ടി ആയതുകൊണ്ട് ചിലപ്പം ഒരു പക്ഷെങ്കിൽ താമസിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, കൂടുതലൊന്നും പറയുന്നില്ല. ഐ എം റിയലി ഡിസപ്പോയിൻറ്റഡ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നില്ല. അനുസരിക്കാതെ വരുമ്പോൾ അത് എന്നെ കൂടാണ് ബാധിപ്പിക്കുന്നത്. മറ്റുള്ളവരെ കൊണ്ട് എന്നെ തെറിവിളിപ്പിക്കാനുള്ള എല്ലാ വഴികളും നിങ്ങളെല്ലാവരും കാണിച്ചു കൂട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, അനുസരിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വഴി മാറി ചിന്തിക്കേണ്ടി വരും. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, ഇന്നത്തെ ചാർട്ടിലോട്ട് വരാം. ഞാൻ പറഞ്ഞു, മാർക്കറ്റിൽ മുന്നോട്ട് വെക്കുന്ന ഓരോ സ്റ്റെപ്പും, ഞാൻ ഈ വാചകം തന്നെയാണ് ഉപയോഗിച്ചത്. നമ്മൾ ഇനിയും മുന്നോട്ട് വെക്കുന്ന ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ച് വേണം വെക്കാനെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു. എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല. ഇനി ഇന്നത്തെ പ്രൈസ് ആക്ഷൻ പറയാം. ഇന്നലത്തെ പ്രൈസ് ആക്ഷനും ഇന്നത്തെ പ്രൈസ് ആക്ഷനും തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ട്. പഠിക്കാനുള്ള രണ്ട് പ്രത്യേക കാരണങ്ങളുണ്ട് അതിനകത്ത്. ഞാൻ പറയാം. ഇന്നലെ നിങ്ങൾ എൻ്റെ പ്രീ മാർക്കറ്റ് കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേട്ട് നോക്കുക ഞാൻ എന്താണ് പറഞ്ഞതെന്ന്. ഇത് നോക്കി, ഇന്നലത്തെ പ്രീ മാർക്കറ്റാണിത്. ഓക്കെ, മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, നേരെ പോയി നമ്മുടെ റെസിസ്റ്റൻസ് തട്ടി തിരിച്ചു വന്നു, വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടായി. ഇപ്പം ഞാനിവിടെ പ്രത്യേക ഒരു കാര്യം പറയുന്നു. ഈ രണ്ടാമത് വീണ റെഡ് ക്യാൻഡിൽ ആദ്യത്തെ ക്യാൻഡിലിനെ താഴെ ക്ലോസ് ചെയ്തില്ല, അല്ലെ അതിനെ എൻഗൾഫ് ചെയ്തില്ല, അല്ലെ അതിൻ്റെ താഴെ ഒരു ക്ലോസിങ് വന്നില്ല, അതിന് മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട് ഈ ക്യാൻഡിൽ, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇവിടെ എസ് എൽ ഇട്ടുകൊണ്ട് നമുക്ക് ഒരു മുകളിലോട്ടൊരു ട്രേഡ് നോക്കാം. എന്താ കാര്യം? ഞാൻ ഇന്നലെ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ആദ്യം ഒരു ക്യാൻഡിൽ വീണു, നമ്മൾ വരച്ച ലൈനിൽ പോയി റെസിസ്റ്റൻസ് എടുത്ത് നേരെ തിരിച്ചു വന്നു. രണ്ടാമത് വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ വീണു. ആ റെഡ് ക്യാൻഡിൽ പക്ഷേ ഇതിനകത്ത് തന്നെയാണ് നിന്നത്, ഇല്ലേ? ഇതിനകത്ത് തന്നെയാണ് നിന്നത്. ഒരിക്കലും ഇതിനെ കവർ ചെയ്ത് താഴെ പോയില്ല. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അഥവാ നമ്മളൊരു എടുക്കുകയാണെങ്കിലും ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി മുകളിലോട്ട് കിട്ടി. ഇതേ സെയിം സിനാരിയാണ് ഇന്നലെ പറഞ്ഞത്. ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്നിവിടെ ഒരു കാര്യം മനസ്സിലായി. ഇന്നെന്താ സംഭവിച്ചേ? ഇന്നും മാർക്കറ്റിൽ ഇന്നും മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ആയിരുന്നു, ഇല്ലേ? ഇന്നും മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പോടുകൂടി മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ പോയി, രണ്ട് ക്യാൻഡിൽ പോയി. മൂന്നാമത്തെ ക്യാൻഡിൽ എന്താ സംഭവിച്ചത്? നിങ്ങൾ നോക്കിക്കേ. മൂന്നാമത്തെ ക്യാൻഡിൽ എന്താ സംഭവിച്ചത്? മൂന്നാമത്തെ ക്യാൻഡിൽ എൻഗൾഫ് ചെയ്തു. ഇന്നലെ ഞാനിവിടെ പറഞ്ഞു, ആ ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡിലിനെ ക്രോസ് ചെയ്ത് താഴെ പോയില്ല, ക്ലോസിങ് വന്നില്ല. അതുകൊണ്ട് നമുക്കൊരു പ്രതീക്ഷ കൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും, ഇല്ലേ? ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എന്താ അതിന് ഓപ്പോസിറ്റ് സംഭവിച്ചത്? ഇവിടെ മൂന്നാമത്തെ ക്യാൻഡിൽ ഇതിനെ എൻഗൾഫ് ചെയ്തപ്പോൾ എന്താണ്? ഇവിടെ ഒരു ബെയറിഷ് സിഗ്നലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു താഴോട്ടൊരു ട്രേഡ് നോക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ എസ് എൽ എവിടെ വെക്കും? ഇതിൻ്റെ ഹൈ വെക്കും, ഇല്ലേ? ഹൈ വെച്ച് നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രേഡ് നോക്കാം. ഈ ട്രേഡ് എന്നെ ഫോളോ ചെയ്യുന്നവർക്കും എൻ്റെ സെമിനാറിൽ പങ്കെടുത്തവർക്കും പ്രൈസ് ആക്ഷൻ പഠിച്ചവർക്കൊക്കെ ഈ ട്രേഡ് എടുക്കാൻ പറ്റും. അങ്ങനെ തന്നെയാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര പേര് എടുത്തെന്ന് അറിയത്തില്ല. ആ എടുത്തവർക്ക് നിങ്ങളൊന്ന് ഒന്ന് ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവരോടൊന്ന് അറിയാൻ വേണ്ടിയാണ്. കാരണം എന്നെ നാണക്കേടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ്. കാരണം നിങ്ങളിങ്ങനെ ഞാൻ പറഞ്ഞതിനെതിരെ കാണിക്കുമ്പോൾ അവരിൽ നിന്ന് വിഭിന്നമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടി നിങ്ങൾക്ക്. ഒന്ന്, അതിനുശേഷം മാർക്കറ്റ് തിരിച്ചു പോയി. പിന്നെ മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ആയിരുന്നു. നോക്കിക്കേ, കൺസോളിഡേഷൻ. അപ്പോൾ ഈ കൺസോളിഡേഷൻ അകത്തിൽ നിങ്ങളൊരു കാര്യം എന്ത് ചെയ്യുക? ഒരു കൺസോളിഡേഷനിൽ മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും താഴെ പോയി, വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഞാൻ ഈ ചാർട്ട് നമ്മുടെ ഗ്രൂപ്പിലിട്ടായിരുന്നു. മാർക്കറ്റ് ഇവിടുന്ന് കൺസോളിഡേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ഈ കൺസോളിഡേഷൻ തുടങ്ങിയപ്പോൾ ഞാനിവിടെ ഈ ഗ്രൂപ്പിൽ നമ്മുടെ ഈ ചാർട്ട് ഇട്ടായിരുന്നു, ഈ ലൈൻ സഹിതം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ മുകളിൽ ഈ ഒരു സ്റ്റോപ്പ് ലോസ് പോലെ ഒരു വരച്ചിട്ടുണ്ട്, ഇല്ലേ? ഇതിൻ്റെ മുകളിൽ ഒരു ക്യാൻഡിൽ പോലും ക്ലോസ് ചെയ്തിട്ടില്ല. മേലോട്ട് പോയി, ഹണ്ടിങ്ങിന് വേണ്ടി മേലോട്ട് പോയി, ബട്ട് ഒരിക്കലും ഈ ലൈനിൻ്റെ മേളിലൊരു ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല, ഇല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് ആണ്. മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇവിടെയും വരച്ച് കാണിച്ചായിരുന്നു. നിങ്ങൾ എത്ര പേര് പ്രൈസ് ആക്ഷൻ പഠിച്ചവർ എത്ര പേര് ഇത് ബുക്ക് ചെയ്തു ഞാൻ നിങ്ങളോട് ചോദിച്ചായിരുന്നു. കാരണം ഇന്ന് സെൻസെക്സ് എക്സ്പയറിയാണ്, നിഫ്റ്റിയുടെ നാളെയാണ് നിഫ്റ്റിയുടെ എക്സ്പയറി, മറ്റന്നാൾ അവധിയായതുകൊണ്ട്. അപ്പോൾ ഈ നിഫ്റ്റിയുടെ എക്സ്പയറിയുടെ തലേ ദിവസം ആയതുകൊണ്ട് DK കാണും. അപ്പം നിങ്ങൾ ഇതൊക്കെ കണക്കൂട്ടി, നിങ്ങളോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ DK നിങ്ങൾ ശ്രദ്ധിക്കണം, എക്സ്പയറി ആണോ ശ്രദ്ധിക്കണം, മാർക്കറ്റിലെ അൺസർട്ടനിറ്റി ശ്രദ്ധിക്കണം, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ എടുത്തവർ ന്യായം പാലിച്ച് നിങ്ങൾ മാറി നിന്നിരുന്നെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ലോസ് ഉണ്ടാകത്തില്ലായിരുന്നു. പിന്നെ നിങ്ങൾ വീണ്ടും ട്രേഡിന് വേണ്ടി അവസരം കാണിച്ച് ഓരോ പ്രാവശ്യം മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യും തോറും, ദൈർഘ്യം കൂടും തോറും
നിങ്ങളുടെ കയ്യിരിക്കുന്ന പ്രീമിയം ഉരുകി തീരുക. അവസാന നിമിഷമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പിടിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പം ഞാൻ റിയലി ഡിസപ്പോയിൻറ്റഡ് ആണ്. ഇന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ തന്നെ ദൈവം തമ്പുരാന് പോലും നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. നിങ്ങളുടെ ആക്രാന്തം നിങ്ങൾ കുറയ്ക്കുക, നിങ്ങൾ ന്യായത്തിൽ ഉറച്ച് നിൽക്കുക. നിങ്ങൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഓഫ് ചെയ്യാൽ കിൽ സ്വിച്ച് ഉണ്ടെങ്കിൽ മിക്കവാറും ആപ്പുകൾക്കെല്ലാം ഇപ്പോൾ കിൽ സ്വിച്ച് ഉണ്ട്. നിങ്ങൾക്ക് ന്യായമായ നിങ്ങൾ ഡിപ്ലോയ് ചെയ്ത ക്യാപിറ്റലിൻ്റെ ന്യായമായ ശതമാനം നിങ്ങൾക്ക് പ്രോഫിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കിൽ സ്വിച്ച് ഞെക്കുക. അത് മാത്രമേ പറയാനുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് പുസ്തകം മടക്കി വെച്ചിട്ട് നിങ്ങൾ വേറെ എന്തൊരു പരിപാടി ചെയ്യുക. ഇല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്ത് കളയുക. നാളെ വീണ്ടും നമുക്ക് റീ എൻട്രി ചെയ്യാമല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുക. എൻ്റെ പൊന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നിങ്ങളുടെ പൈസ വീണ്ടും ഇങ്ങനെ പോയിക്കോ. നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ അമ്മയൊക്കെ അനുഭവിക്കേണ്ട പൈസ നിങ്ങൾ വെറുതെ ഇവിടെ കൊണ്ടുവന്ന് ദൈവത്തെ ഓർത്ത് കളയല്ല. നിങ്ങൾ ഈ പരിപാടി നിങ്ങൾക്ക് ക്ഷമത ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മംഗളം പാടി അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ വളരെയധികം വേദനയോടാണ് നിങ്ങൾ പറയുന്നത്. കാരണം ഇന്നും അവസരം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ആ അവസരം ഉണ്ടായിട്ടും ആ അവസരം വിനിയോഗിച്ചു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടും വീണ്ടും മലയാളിയുടെ ആ ഒരു ദുഷിച്ച മനസ്സ്, ആക്രാന്തം എന്ന് പറയുന്ന ആ ഒരു ദുഷിച്ച മനസ്സുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ പൈസ ഇന്നൊരാൾ ഒരു ഗ്രൂപ്പിൽ എൻ്റെ തന്നെ ഒരു ഗ്രൂപ്പിൽ എഴുതിയേക്കുന്ന കണ്ടു, സാർ ഇന്ന് എത്ര 20,000 എങ്ങാണ്ട് കിട്ടി, അവസാനം 10,000 ലോസിലിറങ്ങി. ഇതൊക്കെ കാണുമ്പം സത്യം പറഞ്ഞാൽ ചങ്കിന് തന്നെ വേദനയുണ്ട്. ഞാൻ തന്നെ നിങ്ങൾക്ക് മാതൃക കാണിച്ചു തരുന്നുണ്ട് അല്ലേ. ഞാൻ താണ്ട് ഇങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഇത് ചെയ്തു, തെളിവ് സഹിതം നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇടുകയും സ്ക്രീൻഷോട്ട് ഇടുകയൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ കണ്ടിട്ടും ഞാൻ ട്രേഡ് ചെയ്യുന്ന പോലെ എന്തായാലും അത്രയും ഒരു ക്ഷമത നിങ്ങൾ കാണിക്കണ്ടേ. നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി കാണിച്ചു തരുന്നു, ഇത് ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ ഇത്രയും ചെയ്തു, ഞാൻ ഇത്രയും ഇറങ്ങി. അത് കണ്ടിട്ടെങ്കിലും നിങ്ങൾ ഒന്ന് ഇറങ്ങാൻ ശ്രമിക്കണ്ടേ. ഓക്കെ, ഞാൻ കൂടുതൽ പറഞ്ഞ് വികാരാധീനനാകുന്നില്ല. ഓക്കെ, അത് വിട്ടു. ഓക്കെ, അപ്പോൾ നാളെ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, മാർക്കറ്റിൽ ഇനിയിപ്പോൾ ഈ ലൈൻ്റെ ആവശ്യമില്ല. ഈ ലൈൻ കട്ട് ചെയ്ത് കളയുന്നു. ഈ ലൈനോട് ഇത് ആണ് റേഞ്ച് നേരത്തെ. ഇനിയിപ്പോൾ റേഞ്ചിന് ഈ ലൈൻ വേണമെങ്കിൽ നമുക്ക് കുറച്ച് മേലോട്ട് നോക്കാം. ഇത് ഓക്കെ, ഇതായിരിക്കും റേഞ്ച് നാളത്തെ. ഓക്കെ, ഇതിന് മുകളിലോട്ടോ താഴോട്ടോ മാർക്കറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുക. അതിനുശേഷം തീരുമാനിക്കുക ഇതിനൊരു ഇടത്താവളം. ഓക്കെ, ഇതാണ് ഇടത്താവളം. ഇത് ഇടത്താവളം ഫസ്റ്റ് താഴോട്ട് വരുവാണെങ്കിൽ ഫസ്റ്റ് സംഭവം ഇതാണ്. എൻ്റെ സത്യം പറഞ്ഞാൽ മൂഡ് എനിക്കില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇത് താഴോട്ട് ഇവിടുന്ന് മുകളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇനി ഇടത്താവളം വരയ്ക്കാൻ നമുക്ക് 24,396 പറ്റത്തില്ല. ഇതൊരു വേണമെങ്കിൽ ഇത് ഈ ഒരു ഹൈ ചുമ്മാ വരച്ചിട്ടേക്കാം. അവിടെ കിടന്നു എന്തായാലും മാക്സിമം 24,500 മുകളിൽ മാർക്കറ്റ് പോകാൻ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യണം. ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി 24,370 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയെങ്കിൽ നമുക്കൊരു അപ്സൈഡ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ടാർജറ്റ് 24,457 ആയിരിക്കും ഫസ്റ്റ് ടാർജറ്റ്. അതിനുശേഷം 24,500. അതിനുശേഷം എന്ത് സംഭവിക്കുന്നുള്ളത് വഴിയേ കാണും. അത്ര മാത്രമേ പറയാനുള്ളൂ. 24,500 എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് സംഭവമാണ് അല്ലേ. ഓക്കെ, അപ്പം നാളെ നോക്കാൻ സംഭവിക്കുന്നു. മാർക്കറ്റിൽ അൺസർട്ടനിറ്റി ഉണ്ട്, യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് ഇപ്പം നിലവിൽ മാർക്കറ്റ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി എത്രയാണ് 24 പോയിൻറ്റ് നിഫ്റ്റി ഇപ്പോൾ 24 പോയിൻറ്റ് അപ്പിലാണ്. ഏകദേശം 493 300 ഏകദേശം ഒരു ഫ്ലാറ്റാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാളെ ഇനി എന്ത് സംഭവിക്കുന്നത്, ഇപ്പം അടിക്കാനൊക്കെ പെർമിഷൻ കൊടുത്തെന്നൊക്കെ പറയുന്നു. അപ്പം അടിക്കുകയോ ഇല്ലയോ, അടിക്കുകയാണെങ്കിൽ സാധാരണ ഇതിൽ പാതിരാത്രിയൊക്കെ ആയിരിക്കും അടിക്കുന്നത്, പാതിരാത്രി വെളുപ്പംകാലത്തൊക്കെ ആയിരിക്കും അടി നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാവിലെ എന്ത് സംഭവിക്കുന്നത് കണ്ണും തിരിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോഴേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ഇനി ഒന്നും പറയാനില്ല. അപ്പോൾ നാളെ രാവിലെ മാർക്കറ്റ് തുറക്കുമ്പോൾ അറിയാം എന്താ സംഭവിക്കുന്നത്. അതുവരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് എന്നും പറയുന്ന പോലെ പറയാനൊന്നുമില്ല. ഓക്കെ, അടുത്ത ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ ലെവലുകളൊക്കെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്തു. മാർക്കറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ ക്യാൻഡിൽ മുകളിലോട്ട് പോയി. അതിനുശേഷം നേരെ മാർക്കറ്റ് നേരെ തിരിച്ച് വന്നു. നേരെ തിരിച്ച് എന്താ പറയുന്നത്, ബാങ്ക് നിഫ്റ്റിയിൽ എന്താ പറയേണ്ടത്, നമുക്ക് തിരിച്ച് വീണ്ടും നമ്മുടെ സപ്പോർട്ടിൽ വന്ന് സപ്പോർട്ടിട്ട് തിരിച്ച് കയറാൻ നോക്കി. വീണ്ടും വന്നെങ്കിൽ നമ്മുടെ ലൈൻ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്തു. ഇവിടെയൊക്കെ ആരൊക്കെ ട്രേഡ് എടുത്തെന്ന് എനിക്കറിയത്തില്ല. ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യം രാവിലെ HDFC മേലോട്ട് പോയി, പിന്നെ നേരെ തിരിച്ച് താഴോട്ട് വന്നു. ICICI മേലോട്ട് പോയി നേരെ തിരിച്ച് വന്നു. ബാങ്കിങ് സെക്ടർ എല്ലാം നെഗറ്റീവിലായിരുന്നു. ഓക്കെ, ഇവിടെ
പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. കാരണം ഒരു മൂന്നാമത്തെ ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ വീണു. അപ്പോൾ പറഞ്ഞ നിഫ്റ്റി പറഞ്ഞ സംഗതികളൊന്നും ഇവിടെ വർക്ക് ചെയ്യത്തില്ല. കാരണം ഇത് ബാങ്ക് നിഫ്റ്റിയാണ്. എങ്കിൽ തന്നെ അടുത്ത പ്രൈസ് ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കി ഇതിൻ്റെ മോളി ഹൈ, ഇതിൻ്റെ ഹൈ ഇപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തല്ലോ, പിന്നെ ക്യാൻഡിൽ ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഹൈ ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പി നോക്കാം. അത് അവരവരുടെ യുക്തം പോലെ നിങ്ങൾ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. എത്ര പേർ പ്രോഫിറ്റ് എടുത്തെന്ന് എനിക്കറിയത്തില്ല. അത് മാത്രമല്ല ബാങ്ക് നിഫ്റ്റി ഇനിയിപ്പോൾ ഒരു മാസമുണ്ട് പിന്നെ മന്ത്ലി എക്സ്പയറിക്ക്. അപ്പം നമ്മുടെ സപ്പോർട്ട് എടുത്ത് വന്ന് നിൽക്കുകയാണ്. ഇനിയിപ്പം ഫർദർ എങ്ങോട്ട് വരയ്ക്കാനൊന്നും ഇല്ല. ഇതിനകത്ത് ഓപ്പൺ ചെയ്യും. മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ അടുക്ക് തന്നെ 20,55,391. ഓക്കെ, ഇവിടെ ഈ റേഞ്ചിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കി അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് എടുക്കുക. ഓക്കെ, അത്ര മാത്രമേ പറയാനുള്ളൂ. അടുത്തത് മിഡ് ക്യാപ്പാണ്. മിഡ് ക്യാപ്പിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വരച്ച ലൈനിൽ പോയി റെസ്റ്റൻസ് എടുത്ത് മാർക്കറ്റ് നേരെ തിരിച്ചു വന്ന് വീണ്ടും നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈനിൽ തന്നെ എല്ലാ ലൈനുകളും കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ നിങ്ങൾക്കത് ചൊവ്വേന്നേരം ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ എന്നാ പറയാനാണ്? നിങ്ങൾ ഈ പരാജയപ്പെടുന്നവർ വീണ്ടും പോയി പ്രൈസ് ആക്ഷൻ കാണുക, അത്ര മാത്രമേ ഉള്ളൂ. ചാർട്ടിൽ എങ്ങനെ ട്രേഡ് എടുക്കാമെന്നൊരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കാണുക. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസിനെ പറ്റി ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് എവിടെ, എപ്പോൾ, എങ്ങനെ, ഇതൊക്കെ കാണുക, പഠിക്കുക. അല്ലാതെ വേറെ ഒന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. മിനിയാന്ന് ഒരു വീഡിയോ ചെയ്തു എന്തോ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഇതൊന്നും നിങ്ങളുടെ തലയിൽ കയറുന്നില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.